ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 22-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഇന്ന് രാവിലെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയുടെ ആദ്യ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആ കളക്ഷൻ റിപ്പോർട്ട് സ്റ്റാറ്റസ് പോലും നോക്കുകയാണെങ്കിൽ വമ്പൻ കളക്ഷൻ കുതിപ്പാണ് സിനിമയുടെ പ്രീസെയിൽ സംഭവിച്ചിരിക്കുന്നത്. സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ച 6 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 5.5 മണിക്കൂറിലെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഡാറ്റ പ്രകാരം 54,000-ൽ പരം ടിക്കറ്റുകളാണ് സിനിമയുടെ പേരിൽ ഇതിനോടകം തന്നെ വിറ്റഴിക്കപ്പെട്ടത്. 6 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 90 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ 1 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് രാത്രിയോടെ വരാനിരിക്കുന്ന സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കണക്കുകൾ കേട്ട് കാത്തിരിക്കാം. അപ്പോൾ നാളെ മുതൽ കേരള ബോക്സ് ഓഫീസിലെ മഞ്ഞുമൽ ബോയ്സ് തരംഗം തുടങ്ങുകയാണ്. കാത്തിരിക്കൂ, സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. അങ്ങനെ ഒരുപാട് മാസങ്ങളായിട്ട് റിലീസ് തീയതി മാറ്റിവെക്കപ്പെട്ടതിനൊടുവിൽ ഇന്ന് തങ്കമണി എന്ന ദിലീപ് ചിത്രത്തിന്റെ റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രം വരുന്ന മാർച്ച് മാസം 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപന പോസ്റ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ദിലീപ് തന്നെയാണ് പുറത്തുവിട്ടത്. മാർച്ച് 7-ാം തീയതി വ്യാഴാഴ്ച ദിവസമായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ടൈറ്റിൽ പ്രഖ്യാപന സമയത്തും ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെ വരുന്ന സമയത്തെല്ലാം തന്നെ അത്യാവശ്യം മികച്ച ഹൈപ്പ് സിനിമ നേടിയെടുത്തിരുന്നു. എന്നാൽ ടീസറോടെ പിന്നീട് പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ടതോടെ സിനിമയുടെ ഹൈപ്പ് എല്ലാം തന്നെ കുറഞ്ഞു എന്നാണ് നിലവിൽ നാം മനസ്സിലാക്കുന്നത്. അടുത്ത കണ്ടന്റുകളോടെ സിനിമ വീണ്ടും ഹൈപ്പിലേക്ക് കയറുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. പോസിറ്റീവ് ലഭ്യമായാൽ മഞ്ഞുമൽ ബോയ്സ് തരംഗത്തിന് ശേഷം ആടുജീവിതം തരംഗത്തിന് മുന്നേ ഒരു തങ്കമണി തരംഗം നാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കു കൂടുതൽ തങ്കമണി അപ്ഡേറ്റുകൾ കേട്ടാം. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയെ പ്രധാന റോളിലെത്തിച്ച് രാഹുൽ സദാശിവം സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തെലുഗു പതിപ്പ് ഈ ആഴ്ച ഫെബ്രുവരി 23-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരുന്നു. ഇപ്പോഴത്തെ തെലുഗു ഭാഷയ്ക്ക് പുറമെ തമിഴ് കന്നഡ പതിപ്പുകൾ കൂടി ഈ ആഴ്ച അന്യ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴ്, തെലുഗു, കന്നഡ ഭാഷകൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ആദ്യ ആഴ്ച മലയാളം പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ അന്യഭാഷകളിൽ നിന്ന് ഉൾപ്പെടെ സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരുന്നു. മികച്ച കളക്ഷനുമാണ് സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലടക്കം ആദ്യ ആഴ്ചയിൽ നേടിയെടുത്തത്. മറ്റു ഭാഷാ പതിപ്പുകൾ വരുമ്പോൾ സിനിമ കൂടുതൽ തരംഗമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിലെ ഹിന്ദി പതിപ്പാണ് സിനിമയുടെ ഏറ്റവും നിർണായക പതിപ്പ്. പക്ഷേ ഹിന്ദി പതിപ്പിന്റെ റിലീസിനെ കുറിച്ച് നിലവിൽ യാതൊരു വിവരങ്ങളുമില്ല. അടുത്തയാഴ്ചയെങ്കിലും ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ, കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടാം.